എറണാകുളം ഇടക്കൊച്ചിയിലെ കായൽ വേലിയേറ്റം തടയാൻ നടപടിയില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന സർക്കാർ വാഗ്ദാനം ഇതുവരെ നടപ്പിലായില്ലെന്നാണ് ഇവരുടെ പരാതി. വെള്ളത്തിലിറങ്ങി ജനകീയ തടയണ തീർത്താണ് ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചത്. സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും ജീവിക്കാൻ ഒരു ജനത നടത്തുന്ന സമരചിത്രത്തിന്റെ നേർക്കാഴ്ചയാണിത്. ജീവിക്കാനായി വെള്ളത്തിലിറങ്ങി സമരം നടത്തുകയാണ് ഇടക്കൊച്ചിയിലെ കുടുംബങ്ങൾ. ഇടക്കൊച്ചി 16-ാം ഡിവിഷനിലെ അംബേദ്കർ റോഡ്, പാടശേഖരം റോഡ്, പരുത്തിത്തറ നഗർ എന്നിവിടങ്ങളിലാണ് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. തൊട്ടടുത്ത 15-ാം ഡിവിഷനിലെ തുറന്നുകിടക്കുന്ന കനാലുകൾ വഴിയാണ് കായൽ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇറിഗേഷൻ വകുപ്പിയുടെ സംരക്ഷണ ഭിത്തിയും സ്ലൂയിസും നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും നടപ്പിലായില്ല. പദ്ധതി നടപ്പിലാകുന്നതുവരെ താൽക്കാലിക തടയണ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടക്കൊച്ചിയിലെ ജനത അനുഭവിക്കുന്ന ദുരിതം കാലാകാലങ്ങളായിട്ട് ഈ 5 വർഷത്തിന് ശേഷം ഇത്രയധികം രൂക്ഷമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും വെള്ളത്തിലാണ്. ഈ ദുരിതത്തിന് ഒരു ആശ്രിത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. കാലാകാലങ്ങളായുള്ള വെള്ളക്കെട്ട് മൂലം പിറന്ന നാടും വീടും വിട്ടു പോകേണ്ടി വന്നവർ നിരവധിയാണ് ഇവിടെ. ഇടക്കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിലാണ് വെള്ളത്തിലിറങ്ങി മനുഷ്യത്തടയണ തീർത്തത്. പ്രശ്നം പരിഹരിക്കാമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും ശാശ്വത പരിഹാരമുണ്ടായില്ലെന്നാണ് ആരോപണം. ബാബു നിൽക്കാൻ പറ്റില്ല ബാബു, വെള്ളം കോരി മതി എന്നുള്ള വീട് ബാബു. കയ്യേക്കാൾ ഭയങ്കര വേദനയിട്ട് നെഞ്ചി വേദന എടുക്കണം. കിടക്കാൻ കൂടെ സ്ഥലമില്ല, ബാത്റൂം കൂടെ പറ്റണില്ല സാറേ. വീടെല്ലാം വെള്ളവും സാറേ. കിടക്കാൻ കൂടെ സ്ഥലമില്ല, പിള്ളേരെ കൂടെ നിൽക്കാണ്, പിന്നെ കഞ്ഞി വെക്കാനും കൂടെ പറ്റില്ല. ഉറപ്പുകൾ പലതും വാഗ്ദാനം മാത്രമായി ഒതുങ്ങിപ്പോകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എവിടേക്ക് പോകുമെന്നറിയാതെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് വർഷത്തിൽ 365 ദിവസവും ഇതുപോലെ വെള്ളക്കെട്ടിൽ ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇവിടെ. അധികാരികളുടെ വാഗ്ദാനങ്ങളിൽ മുങ്ങിപ്പോകാതെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഇത്തരം കുടുംബങ്ങളെ. ക്യാമറമാൻ അദീഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വർഷം മുഴുവൻ അങ്ങനെ വീടും മുറ്റവും വീട്ടിനകവും എല്ലാം വെള്ളത്തിൽ, അടുക്കളയടക്കം എല്ലാം, പാചകം ചെയ്യുന്ന ഇടമടക്കം വെള്ളത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു ദുരിതമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇടക്കൊച്ചിയിലെ കായൽ വേലിയേറ്റം പരിഹരിച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ ഉപകാരം ആകും. അത് പ്രദേശവാസികളുടെ ആവശ്യവും അങ്ങനെ തന്നെയാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതായിരുന്നു താൽക്കാലിക തടയിണ നിർമ്മിക്കുക. ഇപ്പം മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത കൗൺസിലർമാരും മറ്റധികാരികളും ഇത് കണ്ടെങ്കിലും ഈ ഇടക്കൊച്ചിയെ പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധം. വീട്ടിലുള്ള സാധനം കംപ്ലീറ്റ് പോയി നിൽക്കണേ. മക്ക ഈ സാധനമൊക്കെ ഇട്ടൊന്നും അങ്ങോട്ട് പോവാ. ഞങ്ങൾക്ക് ഇനി ആരാടും ഒന്നും പറയാനില്ല. വെയിസിലിരുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തേക്കണം. ഇത് ഇവിടെ കലിങ്കടച്ചിരുന്നേച്ച സ്ഥലമാണിത്. ഞങ്ങൾ ഇനി സമരത്തിന് ഇറങ്ങും. കൗൺസിലർമാർ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതൊരു സൂചനയാണ്. ഇതൊരു വീണ്ടും ഞങ്ങൾ സൂചനയോട് കൂടി ചെയ്യൂ. ഇവിടെ ഞങ്ങളുടെ നമുക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ സ്വാതന്ത്ര്യം, വെള്ളത്തിൽ കൂടെയാണ് ഇവര് എല്ലാ ദിവസവും സ്കൂളിൽ പോണത്. ഇപ്പൊ ഞങ്ങളുടെ എഡ്യൂക്കേഷനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, എഡ്യൂക്കേഷൻ സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം തന്നെ വേണം. ഇവിടെ ഇപ്പൊ പണി നടക്കണ്ടെന്നുള്ള രീതി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ പകുതി വരെ സാധനങ്ങൾ ഇട്ടിട്ടുള്ളു. അത് ബാക്കി മണ്ണടിച്ച് മറ്റേ വാർത്ത ഇതാക്കി തരാന്നാ പറഞ്ഞേക്കണം. ഒരു പകുതി വരെ മണ്ട് നിർത്തിയേക്ക് വെച്ചേക്കണേ. എന്താണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇത് പാസ്സായിട്ടുണ്ട്, പകുതി വരെ പാസ്സായിട്ടുള്ളത് അതിൻ്റെ ഇതാണെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ കറക്റ്റ് ഇത് മൊത്തമായിട്ട് വരുമെന്നാണ് പറയണത്. എങ്ങനെ ഡീറ്റെയിൽ ആണെന്ന് നമുക്കറിയില്ല. വരുമെന്ന് പറയുന്നുണ്ട്.